നന്നായിട്ടുണ്ട് പടം, ഗംഭീരമായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. ഓൾറെഡി ഡബ് ചെയ്തപ്പോ കണ്ടാണ്, പക്ഷെ സിനിമ ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴാണ്. ഇപ്പോഴാ സിനിമ കാണുന്നത്. ഗംഭീരമായിട്ടുണ്ട്. ഫഹദിനെ ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. ഡബ് ചെയ്തപ്പോഴേ കണ്ടതാണ്, പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസ് ആണ് തിയേറ്ററിനകത്ത്. ഭയങ്കര ആർപ്പുവിളിയും ഒക്കെയാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അവരുടെ ഓക്കെ നല്ല രശ്മിക നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എല്ലാം ഭയങ്കര സുകുമാർ സാറിന്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പുഷ്പ 3 അവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്ര അറിയുള്ളൂ. ഇല്ല, ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു പ്രത്യേക നിങ്ങൾ പടം കാണും, അപ്പൊ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞുള്ളൂ. കൊണ്ടുപോട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ, കൊണ്ടുപോട്ടെ. ഓക്കെയാണ്. നമ്മള് ഡബിങ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പാട്ടും ഫൈറ്റും എല്ലാം, കൊറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പടം, അടിപൊളിയായിട്ട് തോന്നി. എന്തോ ആ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണും. ഫഹദിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ അന്ന് ഡബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അസലായിട്ടുണ്ട് എന്നുള്ളത്. ഫഹദ് നമ്മുടെ അഭിമാനമാണ്, ചങ്കാണ്. അയ്യോ ഒന്നുമില്ല. പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ, ഇന്റർനാഷണൽ ആവട്ടെ, അല്ലേ? താങ്ക് യു സോ മച്ച്. ഞാൻ പയ്യെ നീക്കോട്ടെ. അപ്പൊ നിങ്ങൾ സിനിമ അതെ സിനിമ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നിയത്. പിന്നെ തിയേറ്ററിനകത്ത് ഇപ്പൊ ഈ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഫുൾ ഫാൻസ് ആണ്. അപ്പൊ ഓരോ സീനും കൈയടിയും ഡയലോഗും, ഓരോ ഡയലോഗിനും ആർപ്പുവിളിയും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ കുറെ നാൾ കൂടിയിട്ട് അങ്ങനത്തെ ഒരു ഫാൻ ഷോ കാണുന്നത്. അതെ പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മുകളിലാണ്. ഒരുപാട് സട്ടിലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് അഭിമാനമായിട്ട് ഫഹദ് ഫാസിലിന്റെ മറ്റൊരു ട്രെയിലറിൽ തന്നെ വലിയൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ അത് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? തിയേറ്ററിൽ ഫഹദ് അല്ല, ഞാൻ ഫഹദിനും ഈ പറഞ്ഞ പോലെ അല്ലുവിന് എത്രത്തോളം കൈയടിയുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കേരളത്തിൽ. അറിയാലോ, നമ്മളിപ്പോ ഈ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഫഹദിനെ കാണിക്കുമ്പോൾ മുതൽ ക്യാരക്ടർ അവസാനിക്കുന്നവരെ ഫഹദിന്റെ ഓരോ ഡയലോഗും ആൾക്കാർ കൈയടിക്കുകയും, പ്രത്യേകിച്ച് ഇന്റർവ്യൂ സീനൊക്കെ വളരെ മരണമാസമായിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അത് വലിയൊരു സന്തോഷം, വലിയ ഭാഗ്യമാണ്. സന്തോഷം മാത്രമല്ല, ഈ 18 വർഷമായിട്ട് ഞാൻ അല്ലുവിനെ ഡബ് ചെയ്യാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാന്ന് ചോദിച്ചാൽ പുഷ്പ 2-ലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഏറ്റവും സട്ടിലായിട്ട് ബിഹേവ് ചെയ്തിരിക്കുന്നതും ഈ സിനിമയിലാണ്. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് സുകുമാർ സാറിനെയാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡബിങ് തിയേറ്ററിൽ കാണുമ്പോൾ വർക്ക് ആകുമെന്ന് സംശയം ഉണ്ടായിരുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ആൾക്കാർ അത്തരം സീനുകൾ തുടങ്ങുമ്പോഴേ കൈയടിക്കുകയും കറക്റ്റ് ഒരു ഓഡിയൻസിന്റെ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്.